ഇത് എങ്ങനെ കല്യാണം ഇത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച്. ഞാൻ വിചാരിക്കുന്നത് ഇത് കല്യാണിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്. ആ ബിൽഡിങ്ങിന് മുകളിൽ ചാടുന്നത് പിടിക്കുന്നതൊക്കെ ഉണ്ട്, അതിൽ നിന്ന് ഡൂപ്പ് പോലും ഇല്ല എന്നുള്ളതെല്ലാം ചെയ്തേക്കുന്നത്. DQ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ലെസ്ലി ശരിക്കും എങ്ങനെയാണ് സെറ്റിലൊക്കെ? ആളിയൊരു ഫുൾ ടൈം കൂളാണ്, ഭയങ്കര കമ്പനി. പുള്ളി കറക്റ്റ് ഓരോ സീനും കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഔട്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 5 പ്രാവശ്യം ഇത് കേൾക്കേണ്ടി വന്നു. ഫസ്റ്റ് കേട്ടപ്പോൾ ഇതൊന്നും പിടുത്തം കിട്ടിയില്ല. എന്തൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു ലോകയ്ക്ക് വേണ്ടിയിട്ട്? 80% ഉണ്ടാക്കിയത് തന്നെയാണ്. ടെൻഷനായിട്ട് ഞാൻ വർക്ക് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കത്തനാറ് ചന്ദ്രനെ തളയ്ക്കുന്ന ഒരു ഗുഹ. കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. മഴ, ഭയങ്കര മഴ, ഒരു പിടുത്തമില്ലാണ്ടായിപ്പോയി. ഈ സിനിമയിൽ ഇപ്പോൾ ഇത്രയും ക്യാമിയോസ് ഉണ്ടെന്ന് എപ്പോഴും മുതൽ അറിഞ്ഞു തുടങ്ങി? അതുണ്ട്, പക്ഷെ അത് ആര് എന്നുള്ളത് അറിയില്ലായിരുന്നു. സ്റ്റോറിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഫോറസ്റ്റും ഗുഹയാണ്. ആ ഗുഹ ശരിക്ക് ഒറിജിനലാണ്. പറയുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതിനകത്ത് ആ പറയുന്ന ലിപി ലെറ്റേഴ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ. പ്രൊഡക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം ഒരു ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. അവിടെ നടക്കില്ല, ഇത്ര ബഡ്ജറ്റ് പോയാൽ ശരിയാവില്ല, അത് കട്ട് ചെയ്യണം, ഉറക്കണം. ലാസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തതാണ് സിനിമയിൽ ഫസ്റ്റ് കാണിച്ച ഷോട്ട്. അവിടെയാണ് നമ്മൾ പാക്കപ്പ് പറയുന്നത്. പാർട്ട് 2 എപ്പോഴാണെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടുള്ളത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. തിയേറ്ററിൽ അതിഗംഭീരമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ചിത്രമായ ലോക. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് ആർട്ട് ഡയറക്ടറായിട്ടുള്ള ജിത്തു സെബാസ്റ്റ്യൻ ഉണ്ട്. സോ വെൽക്കം ചേട്ടൻ. താങ്ക് യു. ഈ ഓണത്തിനൊരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചെല്ലാവർക്കും പേഴ്സണലാണ്. അപ്പോൾ ശരിക്കും ഇത്രയും നാള് ഫിലിമോഗ്രഫിയിലുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോക ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പേര് അടയാളപ്പെടുത്തുന്ന സിനിമ കൂടിയാണ്. ശരിക്കും എങ്ങനെ അതിൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ? അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ആക്ച്വലി ഇത് ഇത്രയും വലിയൊരു ലെവലിൽ എത്തുന്നു പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇല്ല. പിന്നെ എത്തിപ്പെട്ടത് തന്നെ എന്താ പറയുക, നമ്മൾ പിന്നെ വലിയൊരു കമ്പനി, വലിയൊരു പ്രൊഡക്ഷൻ ഇതിനകത്ത് മസ്റ്റായിട്ട് വേണം. അങ്ങനെയാണ് വേഫെയർ വന്നത്. പക്ഷേ വന്നു. അതേപോലെ ഈ സ്റ്റാർ വാല്യൂ നമ്മൾ കല്യാണിയാണ് വരുന്നത്. അപ്പോൾ കല്യാണി ഇത് എങ്ങനെ കല്യാണി ഇത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് പേഴ്സണലി എനിക്ക്. പക്ഷേ വന്ന് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. ഈ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയായിരുന്നു ലോകയുടെ, ചന്ദ്ര ചാപ്റ്റർ 1-ൻ്റെ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നത് ഫിലിം തുടങ്ങാൻ ഏകദേശം അടുത്തപ്പോഴാണ് ഞാൻ വന്നത്. ആക്ച്വലി ഞാൻ നമ്മുടെ ബംഗ്ലാൻ പ്രൊഡക്ഷൻ ഡിസൈൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാനാണ്. അപ്പം കാന്താര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാന്താര സെക്കൻഡ് പാർട്ട്. അപ്പം ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ നമ്മൾ പുള്ളി ബംഗ്ലാൻ PD വേറൊരാളെയാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പം പുള്ളിക്ക് പെട്ടെന്ന് വേറെ എന്തോ ഇഷ്യൂ കാരണം പുള്ളി വന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എത്തിപ്പെടുന്നത്. അപ്പം വന്ന് സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞത് ഇതൊരു 5 പ്രാവശ്യം ഇത് കേൾക്കേണ്ടി വന്നു. ഫസ്റ്റ് കേട്ടപ്പോൾ ഇതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല, എന്താണ് ഇത് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചു കേട്ടപ്പോഴാണ് ഈ സംഗതി എന്താണെന്നുള്ളത് പിടുത്തം കിട്ടി. കോൺസെപ്റ്റ്, അതെ, ഈ കോൺസെപ്റ്റ് ഇത് എന്താണെന്നുള്ളത് പടം കണ്ടതല്ലേ. അപ്പോൾ പെട്ടെന്നത് നമുക്ക് ക്യാച്ച് ചെയ്തിട്ടില്ല, ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളൊരു സാധനം മനസ്സിലായില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എത്തിപ്പെട്ടത്. ഈ ശരിക്കും ഇതിൻ്റെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കലി ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു സിനിമ കൂടെയാണ്. നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനതിൻ്റെതായിട്ടുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും. ശരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു പോർഷൻ ശരിക്കും ഏതായിരുന്നു സിനിമയിൽ? ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഈസി ആവാനുള്ള കാരണം നമ്മുടെ PD തന്നെയാണ്, ബംഗ്ലാൻ. കാരണം എല്ലാ സെറ്റുകളും ഓൾറെഡി അവൻ ലൂമിയയിൽ ഡിസൈൻ ചെയ്ത് തരും. നമുക്കൊരു ലൂമിയ ആർട്ടിസ്റ്റ് ഉണ്ട്, അഭിജിത്ത് നായർ എന്നാണ് പേര്. അപ്പം ബംഗ്ലാൻ അവനായിട്ട് ഇരുന്നിട്ട് എല്ലാ സെറ്റുകളും കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രാക്ടിക്കൽസ്, അതിൻ്റെ അകത്ത് വേണ്ടുന്ന ഓരോ പ്രോപ്പ്, ആ പ്രോപ്പിൻ്റെ കളേഴ്സ് വരെ ഏത് പ്രോപ്പ് ഇത് വെക്കണം, ഏത് ഡൗൺ ആയിട്ട് മിനിമൽ കളേഴ്സ് വേണം എന്നുള്ള രീതിയിലാണ് എല്ലാ സാധനങ്ങളും ബംഗ്ലാൻ ഡിസൈൻ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക്
ഈ സെറ്റുകൾ അതിൻ്റെ അകത്ത് വലിയ സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈസി ആയിരുന്നു. എനിക്കിപ്പോൾ ചോദിച്ചതിൽ എനിക്ക് അതിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ വർക്ക് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കത്തനാർ ചന്ദ്രനെ തളയ്ക്കുന്ന ഒരു ഗുഹ, അതിൻ്റെ അകത്ത് ആ വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ആ ഗുഹ അവിടെ ഈ കേവും അത് താഴെ കൂടെ പോകുന്ന വെള്ളം മാത്രമേ ഉള്ളൂ, മുകളിൽ കൂടെ വെള്ളച്ചാട്ടം ഇല്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ അവിടെയാണ് ഫുൾ ടൈം ടൂറിസ്റ്റുകളിൽ ബഹളമാണ്. അപ്പം കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര മഴ. പിറ്റേന്ന് ഇവിടെ എറണാകുളത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് ഷൂട്ടിന് ആൾക്കാർ വരികയാണ്. അന്ന് നൈറ്റ് മൊത്തം നിന്ന് ഒരു പിടുത്തമില്ലാണ്ടായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ബംഗ്ലാരെ വീണ്ടും ഞാൻ നൈറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഒന്ന് കമ്പനി പറഞ്ഞ് ഷൂട്ട് മാറ്റി വെക്കാൻ പറ്റുമോ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായി. അവൻ പറഞ്ഞു ഒന്നുമില്ല, നീ അത് വിട്, അത് മാറ്റി വേറൊരു പരിപാടി പിടിക്കുക, ഇന്ന പരിപാടി പിടിക്കുന്നിട്ട് അവൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് ആ സാധനം ചെയ്തു. രാവിലെ വെളുപ്പിനാകുമ്പോഴത്തേക്ക് ആ സാധനം ഒന്ന് വിധത്തിൽ സെറ്റായി. അതിലാണ് ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു പോർഷൻ എനിക്ക് ഫീൽ ചെയ്തതും ആ ഒരു ഏരിയ തന്നെയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിക്കായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പം DK എന്നൊരു പ്രൊഡ്യൂസർ ശരിക്കും എങ്ങനെയാണ് ഈ സിനിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അപ്പം ശരിക്കും DK എന്നൊരു പ്രൊഡ്യൂസറെ എങ്ങനെയാണ് ആ ഡയറക്ടറായിട്ട് എങ്ങനെയാണ് ആക്കാണ്? ശരിക്കും ഞാൻ അതാ പറഞ്ഞത്, ഈ DK എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം ഇതുപോലത്തെ വലിയൊരു കമ്പനി, പിന്നെ DK ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിക്ക് അറിയാം ഇത് എന്താണ് എന്നുള്ളത്, പുള്ളിക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയാം. അപ്പം DK അതുപോലെ ജോം സാറ്, പിന്നെ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ വിപിൻ പെരുമ്പള്ളി, ഇവരൊക്കെ വലിയൊരു സപ്പോർട്ട് തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. DKൻ്റെ ഒക്കെ എന്താ പറയുക, പുള്ളി അത്രയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ നമ്മളൊരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെയ്യേണ്ട ഇത്ര ചെയ്യേണ്ട ഇത് മതി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈഡാണ് അല്ലേ. പക്ഷേ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും സാധനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കത് മാക്സിമം ചെയ്യാൻ പറ്റി. അത് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. കുറച്ചും കൂടെ അതെ നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു അത്. കാരണം ഇതിന് ഒരു വേൾഡ്, ഈ ഒരു ലോക എന്ന് പറഞ്ഞ മൂവിക്ക് ഒരു ലോകം തന്നെ വേണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇത്തിരി പറഞ്ഞ എക്സ്പെൻസ് പരിപാടി തന്നെയാണ്. അപ്പോൾ അതിന് DKൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു ലോകയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്? ലോകയ്ക്ക് ഉണ്ടാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 80% ഉണ്ടാക്കിയത് തന്നെയാണ്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ നമ്മൾ ചന്ദ്രയുടെ ഇൻട്രോ എന്ന് പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ആ ഷോട്ടിൽ തന്നെ നമ്മൾ അതിവിടെ FACT നമ്മൾ ഷൂട്ട് ചെയ്തത്, FACT ഒരു ബിൽഡിങ്ങിൽ. അതും നമ്മൾ ഈ പറയുന്ന പോലെ PD ബംഗാൾ ഓൾറെഡി ആ സാധനം ലൂമയിൽ സെയിം സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഷോട്ടുകൾ, ഈ ഷോട്ടുകൾ ഈ ഫസ്റ്റ് ഷോട്ടില്ലേ ആ സിംഗിൾ ഷോട്ടാണ്, ആ ഷോട്ട് ഓൾറെഡി ലൂമയിൽ ബംഗ്ലാവ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ അതേപോലെ തന്നെയാണ് ആ ഷോട്ട് ഉള്ളത്. അതപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ പറയുന്ന ക്യാമറ വരാനുള്ള സ്പേസും പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വെച്ചു, ഫയറും പരിപാടിയൊക്കെ കൊടുത്തിട്ട് റിയൽ സാധനം ഓൾറെഡി ഇങ്ങനെ വേണം എന്നുള്ളത് ബംഗ്ലാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം നമ്മൾ അതേപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. ഈ ബാംഗ്ലൂർ റീക്രിയേഷൻ എങ്ങനെയായിരുന്നു? ഇവരുടെ റൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ 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 അത് ബാംഗ്ലൂർ ഫ്ലാറ്റിൻ്റെ എക്സ്റ്റീരിയർ മൊത്തം നമ്മൾ കാണിച്ചേക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിൽ ഒന്ന് ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യാൻ അവിടെ പെർമിഷൻ ഇല്ല. രണ്ട് ഈ പറഞ്ഞ ഫ്ലാറ്റുകളിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല. മെയിൻ ഈ 2 ഫ്ലാറ്റിൽ നടക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് ഈ പറയുന്ന 2 ഫ്ലാറ്റിലും ഇല്ല. അങ്ങനെയാണ് ഈ 2 ഫ്ലാറ്റിൻ്റെയും ഇൻറ്റീരിയർ നമ്മളിവിടെ അബാം സ്റ്റുഡിയോൻ്റെ അകത്ത് 2 ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ സെറ്റിട്ട് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് 2 ഫ്ലാറ്റ് ഇട്ട് സെൻട്രലിൽ ഇവിടെ ഒരു റോഡ്, ആ റോഡിൻ്റെ ഗ്യാപ്പും ഇതെല്ലാം കൊടുത്തിട്ട് തന്നെ അവരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ് സെയിം നമ്മളിവിടെ ചെയ്ത്. പിന്നെ ഇവിടെ അപ്പോൾ എന്താ പറയുക, ഒറിജിനൽ അവിടെ ആ ഫ്ലാറ്റിന്, ഈ ചന്ദ്രയുടെ ഫ്ലാറ്റിന് വിൻഡോ പരിപാടി വേണം, ബാൽക്കണി വർക്കൗട്ട് ആവില്ല. കാരണം ആ സിനിമ കണ്ടല്ലേ, വിൻഡോ പരിപാടി മാസ്ക് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ഫ്ലാറ്റിൽ അവിടുത്തെ ചന്ദ്രയുടെ ഫ്ലാറ്റിൻ്റെ ഏരിയ മൊത്തം ബാൽക്കണിയൊക്കെ ക്ലോസ് ചെയ്ത് ഇവിടെ ചെയ്ത അതേ വിൻഡോ അവിടെയും കൊടുത്തു. അങ്ങനെയാണ് അത് മാച്ച് ചെയ്തത്. ഈ ചന്ദ്രയുടെ ഫ്ലാറ്റ് കുറച്ചുകൂടെ പ്ലെയിൻ ആണ്, കുറച്ചുകൂടെ പ്രോപ്പർട്ടി കുറവാണ്. എന്നാൽ നെസ്ലിന്റെ ഫ്ലാറ്റ് ഫുൾ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടി ആണ്. അതൊരു ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയ അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു അലമ്പും എന്നാൽ അത്യാവശ്യം
എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ്. ഈ ചന്ദ്രയുടെ ഫ്ലാറ്റിന് വേണ്ടി എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്? അതിൻ്റെ അകത്ത് അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരുപാട് സാധനങ്ങളോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിൽ നമ്മൾ ചന്ദ്രയുടെ ഫ്ലാറ്റിൽ ഒരു രഹസ്യ അറ വേണം. അതെന്നാൽ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അവിടെ കാണാൻ പാടില്ല. എന്നാൽ അങ്ങനെ ഒരു അറകൾ വേണം. അതായത് ചന്ദ്ര ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വന്നതാണ്. അപ്പം ആ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ച അവരുടെ കോസ്റ്റ്യൂംസും വെപ്പൺസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു അറ. അപ്പോൾ അത് നമ്മൾ അവിടെ പടം കണ്ടതല്ലേ, അവിടെ അങ്ങനെ ഒരു ഷെൽഫ്, ആ ഷെൽഫ് മാറ്റുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു അറ പരിപാടികളൊക്കെ. അതാണ് മെയിനായിട്ട് ചന്ദ്രയുടെ ഫ്ലാറ്റിൽ പറഞ്ഞേക്കുന്ന ഒരു സാധനം. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഒരു ഹോസ്പിറ്റല്. അത് ശരിക്കും ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കിയതാണോ അത് ഈ പറഞ്ഞ പോലെ അവിടെ സ്ട്രക്ചർ ഉണ്ടായിട്ട്? അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഒരു സ്ക്രാച്ച് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ പായലും ഈ പൂപ്പലും പരിപാടിയൊക്കെ പിടിപ്പിക്കൂലേ. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് വെള്ളം മുകളിൽ മൊത്തം പൈപ്പ് പ്ലംബിങ് വർക്ക് ചെയ്തിട്ട് ഇടക്കിടക്ക് അവിടെയൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് വീഴുന്നൊരു പരിപാടികൾ. നിലം ഫുൾ ടൈം വെറ്റായിരിക്കും. നിലം ഫുൾ ടൈം വെറ്റായിട്ട്, അതായത് ഫുള്ള് ഓടും ഒന്നുമില്ല, ജനലും പാളികളും ഡോറുകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ് ഓൾറെഡി. അതൊന്നും കൂടെ നമ്മൾ പ്രോപ്പർട്ടികൾ, അതായത് ഹോസ്പിറ്റൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് വെച്ചിട്ട് ആ പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ ഈ പറയുന്ന പോലെ പായലും പൂപ്പലും അതിൻ്റെ എന്താ പറയുക ചെറിയ ചെടികളും ആ സാധനങ്ങളൊക്കെ വളർന്നു വരുന്ന പോലെയൊക്കെ അത് ക്രിയേറ്റ് ചെയ്തു. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ അതോ ജസ്റ്റ്? ഇല്ല, അതൊക്കെ ഇപ്പം നമ്മളത് മാറ്റി ഫ്രഷായിട്ട് മൊത്തം പെയിൻ്റ് അടിച്ച് കൊടുത്തു. പെയിൻ്റൊക്കെ അടിച്ച് പുത്തനാക്കി ഇപ്പോൾ അവിടെ കൊടുത്തു. ഇപ്പോൾ ശരിക്കും വേറൊരു സംഭവം കൂടെ ഉള്ളത് ഒരു ഫാക്ടറിയുടെ ഇതിലുണ്ട്. നമ്മൾ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ഫാക്ടറി ഇതുണ്ട്. ശരിക്കും അവിടെ നമ്മൾ പല സിനിമകളും അത് കണ്ടിട്ടുള്ളതാണ്. ശരിക്കും എങ്ങനെയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റു സിനിമകളിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും എങ്ങനെയാണ് അത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക? അവിടെ നമ്മൾ എക്സ്ട്രാ കോമ്പൗണ്ട് വാളുകൾ, എക്സ്ട്രാ ഈ പറയുന്ന ഗേറ്റ് പരിപാടികൾ, എക്സ്ട്രാ ലൈറ്റ് ബോർഡ്, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഫാക്ടറിയിൽ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഒരു എക്സ്ട്രാ കോമ്പൗണ്ട് വാള്, അതിനൊരു വലിയ ഗേറ്റ്, പിന്നെ അതിലൊക്കെ കുറേ പ്രാക്ടിക്കൽ ലൈറ്റ്സ്, വേറെ ലൈറ്റ് ബോർഡുകൾ, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ആ ഫാക്ടറിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചേഞ്ചസ്. ഇപ്പോൾ സിനിമയിലെ ഏറ്റവും വേറൊരു അല്ലെങ്കിൽ സ്റ്റോറിയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഫോറസ്റ്റും ഗുഹയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളം ആർട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെറ്റുകൾ ഉണ്ടാക്കി പരിചയമുള്ള ആളുകളുണ്ട്. ശരിക്കും ആ സെറ്റാണോ അതോ ഒറിജിനലാണോ? ആ ഗുഹ ശരിക്ക് ഒറിജിനലാണ്. കണ്ണൂർ ഇരിട്ടിയിലുള്ള ഗുഹയാണത് കറക്റ്റായിട്ട്. അതിനകത്ത് കുറേ എലിമെൻറ്റുകളുണ്ട്. അതായത് കൊച്ചു വരുന്ന സമയത്ത് ഫ്ലൈം കാണുമ്പോൾ ഗുഹയിൽ കുറേ ലെറ്റേഴ്സ്, കുറച്ച് ലിപികളും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ തെർമോക്കോളിൽ ചെയ്തിട്ട് അതിനകത്തൊട്ടിച്ച് കല്ലിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ട് ആ കല്ലിൻ്റെ കളർ മാച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു തലയില്ലാത്തൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ചക്രം. ഈ സാധനങ്ങളെല്ലാം നമ്മൾ തെർമോക്കോളിൽ ചെയ്തിട്ട് അതേ കല്ലിൻ്റെ മാച്ച് പായൽ പൂപ്പലൊക്കെ പിടിപ്പിച്ച് ആ ഒരു രീതിയിൽ അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തതാണ്. കുറേ ഫേണുകളുണ്ട് അതിനകത്ത്, കുറേ ഫേണുകളും പായലുകളും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഗുഹ അവിടെ ഉള്ള റിയൽ ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലാണ് അതൊരു പ്ലെയിൻ ഗുഹയാണോ അതോ ഈ പറഞ്ഞ കല്ലും അതൊക്കെയുള്ള ഒരു കല്ലുകളൊക്കെ ഉള്ള ഗുഹയാണ്. പിന്നെ അഡീഷണൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് എക്സ്ട്രാ കല്ലുകളും പാറകളും കെട്ടുകളും നമ്മൾ ഉണ്ടാക്കി. അതേ അവിടെ ഉള്ളതിനെ മാച്ച് ചെയ്തിട്ട് തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നു. ഈ ശരിക്കും ഈ ഗുഹയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതെ. കാരണം എപ്പോഴും പറയുന്നത് നമ്മളിപ്പോൾ ഗുണ കേവ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ശരിക്കും ഇതെങ്ങനെ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കിയത്? അതിന് എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളതിന് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം അത് എന്താ പറയുക, അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ലാൻഡിങ് സ്ഥലത്ത്, അതായത് ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കി. അതായത് ആവശ്യമില്ലാതെ, അതായത് വർക്കിംഗ് സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കുറേ കല്ലും പാറയും സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി ഒതുക്കി. പിന്നെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ബേസ്മെൻറ്റും നമ്മൾ എക്സ്ട്രാ മോൾഡ്, കല്ലിൻ്റെ മോൾഡ് വെച്ചിട്ട്, അവിടുത്തെ കല്ലിൻ്റെ ഒരു ചെങ്കല്ലാണത്. സാധാരണ നമ്മൾ മറ്റേ ഗുഹയിലുണ്ടാകുന്ന പോലെ പാറക്കല്ലല്ല, ഇതൊരു ചെങ്കല്ലിൻ്റെ ഗുഹയാണ്. അപ്പോൾ അതിൽ
അതിൻ്റെ മോൾഡ് തന്നെ എടുത്തിട്ട് കുറച്ച് ബേസ് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ DQ എന്ന പ്രൊഡ്യൂസറെ കുറിച്ച് പറഞ്ഞു. ശരിക്കും ആർട്ടിന് മാത്രം ഈ ആർട്ടിന് ബഡ്ജറ്റ് ഇടുമ്പോൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ആർട്ടാണ് എപ്പോഴും എപ്പോഴും അതൊന്നും വേണ്ട, അത്രയും സ്കെയിലേക്ക് പോകണ്ട. ശരിക്കും ഇതിൽ ആദ്യം ബഡ്ജറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? അത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ബഡ്ജറ്റിലേക്ക് ഇരിക്കുന്നത് നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ വിപിൻ പെരുമ്പള്ളി, പുള്ളിയാണ് ഇരിക്കുന്നത്. പുള്ളി പറയും നടക്കൂല, ഇത്ര ബഡ്ജറ്റ് പോയാൽ ശരിയാവില്ല, അത് കട്ട് ചെയ്യണം, കുറക്കണം, അങ്ങനെ പറഞ്ഞ് നമ്മൾ പറഞ്ഞൊരു ബഡ്ജറ്റ് ഉണ്ട്. ലാസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ട്, അതിൽ നമ്മൾ പരിപാടി തുടങ്ങി. എന്നാൽ നിർത്തുമ്പോൾ ഏകദേശം ഫസ്റ്റ് പറഞ്ഞതും ലാസ്റ്റ് പറഞ്ഞതിൻ്റെ മിഡിലായിട്ട് പരിപാടി അങ്ങനെ നിർത്തി. എന്തായാലും പറഞ്ഞതിൻ്റെ അകത്ത് നിൽക്കൊന്നുമില്ല, കുറച്ച് കയറുന്നുള്ള കാര്യം നമുക്കും അറിയാം, അവർക്കും അറിയാം. പിന്നെ അവരെ ഭാഗത്ത് നിന്ന് പറയുക എന്നുള്ളതുണ്ടല്ലോ. ശരിക്കും ഡൊമിനിക് ആയിട്ടുള്ള കൊളാബറേഷൻ ശരിക്കും എങ്ങനെയുണ്ടായി? ഡൊമിനിക്കുമായിട്ട് ആക്ച്വലി എനിക്ക് പുള്ളീനെ ആദ്യമായിട്ട് എനിക്ക് പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഞാൻ പുള്ളീനെ കാണുന്നത് തന്നെ. അന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു, ഓക്കെ കണ്ടു. ഈ പറഞ്ഞ 5 ദിവസം പുള്ളി തന്നെയായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് അതിൻ്റെ വായിച്ചോ എന്നുള്ള പരിപാടിയല്ല, പുള്ളി അത് റീഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ടേബിളിൽ ചുറ്റിലിരുന്നിട്ട് പുള്ളി കറക്റ്റ് ഓരോ സീനും കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഔട്ട് എന്നുള്ളത്. ഭയങ്കര ധാരണയുള്ള ഒരു ഡയറക്ടറാണ് പുള്ളി. പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി അത്ര പെർഫെക്റ്റാണ്. അത്ര പെർഫെക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പേസ് കറക്റ്റായിട്ട് പുള്ളി വർക്ക് ചെയ്യാൻ വേണ്ടി തരും. ഇതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനത്തെ ഒന്നുമില്ല. പുള്ളി ഇതെല്ലാം ഉദ്ദേശിച്ചെങ്കിൽ പുള്ളി അതേ രീതിയിൽ ഇതല്ല നമുക്ക് മറ്റേ പരിപാടി പിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി പിടിക്കുക. ഭയങ്കര കൂൾ മാനാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇത്രയും സ്ട്രെസ്ഫുൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഫുൾ ടൈം കൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ആ വർക്ക് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റി, നമുക്കും ആ രീതിയിൽ തന്നെ അത് ചെയ്യാൻ വേണ്ടി പറ്റി. അത് ഡൊമിനിക്കിൻ്റെ വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. കാരണം ബാക്കിയുള്ള ടെക്നീഷ്യന്മാർക്ക് ടെസ്റ്റ് കൊടുക്കാതെ കൂടെ നിന്നിട്ട് എന്താണോ വേണ്ടത് ആ ലെവലിൽ നല്ലൊരു കമ്പനിയായിട്ട്. ആദ്യമായിട്ട് ഈ പടത്തിലാണ് ഞാൻ പുള്ളിനെ കാണുന്നത് തന്നെ. പക്ഷേ ഭയങ്കരമായിട്ട് പുള്ളി നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത്, ഭയങ്കര കമ്പനിയായിരുന്നു. വേറൊരാൾ നിമിഷ് രവിയാണ്. ശരിക്കും പുള്ളിയുടെ ഫ്രെയിംസിലാണ് ഈ ലോകയുടെ ഒരു വേൾഡിന് ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. ക്വാളിറ്റി വൈസ് എന്തോരമാണ് ഈ സിനിമയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. ശരിക്കും എങ്ങനെ നിമിഷമായിട്ടും ഭയങ്കര ക്ലോസ് ആണോ ഇപ്പോൾ? എങ്ങനെ? നിമിഷമായിട്ട് നല്ല കമ്പനിയാണ്. നിമിഷമായിട്ട് നമ്മൾ പിന്നെ ലക്കി ഭാസ്കർ പോലുള്ള കമ്പനിയാണ്. ലക്കി ഭാസ്കർ ബംഗ്ലാൻ തന്നെയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ, നിമിഷ DOP. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നിമിഷമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ആ സമയം മുതൽ നിമിഷമായിട്ട് നല്ല ബന്ധമാണ്. അത് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് പോയി. പിന്നെ നിമിഷ് പല സ്ഥലത്തും നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യും, നമുക്ക് പോകാൻ പറ്റില്ല എന്നാൽ പോലും സജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടെ കറക്റ്റ് ആയി. ഇപ്പം ബംഗ്ലാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കും നിമിഷും ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടാളും ചിന്തിക്കുന്ന പരിപാടികളൊക്കെ ഒന്നാകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, എനിക്ക് ഈ പരിപാടികൾ ഈസിയായി. അപ്പം നിമിഷമായിട്ട് അവിടെ പോയിട്ടൊരു എക്സ്ട്രാ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. കാരണം ബംഗ്ലാൻ എന്താണോ ഉദ്ദേശിക്കുന്നുള്ള സാധനം കറക്റ്റായിട്ട് നിമിഷിന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് സാധനം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കറക്റ്റ്. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ബംഗ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഈസിയാണ്. കാരണം പ്രോപ്പറായിട്ട് ഇന്ന ഹാളിൽ ഇന്ന ലൈറ്റ്, ഇന്ന ഏരിയയിൽ വാമ്, ഇന്ന ഏരിയയിൽ കൂള്, 360 വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഫുൾഫില്ല്, അതിന് വേണ്ടുന്ന ഓരോ കളർ പാലറ്റ് വരെ ഓൾറെഡി ആദ്യമേ സെറ്റ് ചെയ്ത് തരും. ഇത് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈസിയാണ്, ഞാനിത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. പിന്നെ നിമിഷ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ചങ്കന്നെയാണ്. അത് അടിപൊളിയാണ്. നമ്മളെങ്ങനെ നിമിഷം നമുക്ക് അങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ അളിയന് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ പറയും അല്ല അങ്ങനെ വേണ്ട, ഈ ബംഗ്ലാനെ വിളിക്കുക, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ. ആ ഒരു ലെവലിൽ അങ്ങനെ നമ്മൾ. നിങ്ങൾ വേറൊരു പടം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, സൂര്യ 46. നമ്മൾ ഇപ്പം ഹൈദരാബാദ് സൂര്യ 46 എന്ന് പറഞ്ഞൊരു പടം നമ്മുടെ ലക്കി ഭാസ്കറിൻ്റെ ഡയറക്ടർ വെങ്കിൻ്റെ ഒരു പടം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലക്കി ഭാസ്കറും ഈ സെറ്റിന് ഒരുപാട് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ സിനിമ കൂടെയാണ്. കാരണം നിങ്ങൾ വിൻറ്റേജ് മുമ്പേ റീക്രിയേറ്റ് ചെയ്യണു, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് അല്ലെങ്കിൽ കല്ലേടി തോന്നാത്ത രീതിയിൽ അത് കൺവിൻസിങ് ആക്കുന്നു. ശരിക്കും അതും ഒരു എക്സ്ട്രാ പ്രോസസ് തന്നെയല്ലേ? ലോക ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് തന്നെയല്ലേ ശരിക്കും? ആണ്. കാരണം നമുക്ക് ആ പടത്തിന് ആവശ്യം എന്ന് പറയുന്നത് 90s 80s പിന്നെ മുംബൈ കൊളാബ സ്ട്രീറ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻ
സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ കഥയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം വേണമെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വേണം. അങ്ങനെയാണ് നമ്മളിവിടെ ഹൈദരാബാദ് അലൂമിനിയം ഫാക്ടറി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ, അവിടെയാണ് ഇത് മൊത്തം. അതായത് ബാങ്കിൻ്റെ സ്ട്രീറ്റ് അത് മൊത്തം ആ ഒരു ഏരിയയിൽ സെറ്റ് അടിച്ചു. അതേപോലെ DQൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു സ്ട്രീറ്റ്, അങ്ങനെ 2 സ്ട്രീറ്റ്, വലിയ 2 സ്ട്രീറ്റ് ആ അലൂമിനിയം ഫാക്ടറിക്കകത്ത് അതും സെറ്റ് തന്നെയായിരുന്നു. അതും ഇതുപോലെ തന്നെ ആദ്യം ബംഗളൂർ ഇരുന്ന് ഇത് മൊത്തം വർക്ക് ചെയ്ത് ലൂമിയൽ ഈ സാധനം മൊത്തം ഡിസൈൻ ചെയ്ത് ഇത്ര ഷോപ്പിൽ ഇന്ന പ്രോപ്പർട്ടി ഇന്ന ലൈറ്റ്, അങ്ങനെ അതും അവിടെ ആ പടത്തിനും അത് മൊത്തം അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ആക്ടേഴ്സ് വന്ന് പെർഫോം ചെയ്യുന്ന സ്പേസിൽ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ആളുകളാണ്. ശരിക്കും ഇതിൽ കല്യാണം എടുത്തിട്ടുള്ള എഫേർട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അതിലേക്ക് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചന്ദ്രനെ ഭയങ്കര കൺവിൻസിങ് ആക്കി നമുക്ക്. ശരിക്കും ആസ് എ ഈ പറഞ്ഞ സിനിമ കാണുന്ന ആൾ, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് കല്യാണിയുടെ പെർഫോമൻസും കല്യാണി എങ്ങനെയാണ് ലോകനെ ലിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരും. അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് എനിക്കത് പറയണം എന്ന് വെച്ചാൽ, കല്യാണി നമ്മളെ മനസ്സ് കണ്ടിരിക്കുന്ന ഒരു കല്യാണി ഇപ്പോഴല്ല, ഇതിന് മുന്നേ കണ്ടിരിക്കുന്ന ഒരു കല്യാണി എന്ന് പറയുന്നത് നമ്മൾ ആകെ ഇച്ചിരി വയലൻ്റ് കണ്ടത് നമ്മൾ ആൻ്റണിയിലാണ്. അതിന് മുന്നേയൊക്കെ കാണുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കല്യാണി. അപ്പോൾ കല്യാണിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം, ഇതിൻ്റെ അകത്ത് വയലൻറ്റും അല്ല, അതായത് ഇത്തിരി ദേഷ്യം പിടിച്ചൊരു ക്യാരക്ടറോ അതോ അല്ല, ആക്ഷനുമാണ്. അപ്പോൾ ഇത് എങ്ങനെ കല്യാണി ഇത് എങ്ങനെ ചെയ്യുന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച്. ഞാൻ വിചാരിക്കുന്നത് ഇത് കല്യാണിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്. കാരണം അത്രമാത്രം അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഭംഗിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഡൂപ്പ് വരെ ഇല്ലാതെ ഇതിനകത്ത് ഫൈറ്റും പരിപാടികളൊക്കെ കുറേ ആക്ഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടുന്നത് പിടിക്കുന്നതൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഡൂപ്പ് പോലും ഇല്ലാതെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. നല്ലോണം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട് അത് ചെയ്തിട്ട്. ഈ ഇൻട്രോ സീനിലൊക്കെ ഫുൾ ഫയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ കല്യാണിക്ക് ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവില്ല, അതിലൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ അതായത് അവർക്ക് എന്ത് സംഭവിച്ചാലും അവരിത് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. ഇത് എന്ത് വന്നാലും എനിക്ക് എന്ത് പറ്റിയാലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യും എന്നുള്ളൊരു സാധനം അവർ ഓൾറെഡി ഇങ്ങനൊരു സാധനം ഉൾക്കൊണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരത് ചെയ്തെന്നുള്ളതാണ്. അത് വേറൊരാള് നെസ്ലിനാണ്. നെസ്ലിൻ ശരിക്കും എങ്ങനെയാണ് സെറ്റിലൊക്കെ? നെസ്ലിൻ ഇപ്പോൾ സിനിമയിൽ എന്താണോ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് നെസ്ലിൻ സെറ്റിലും. ആളിയൻ ഫുൾ ടൈം കൂളാണ്, ഭയങ്കര കമ്പനി, ഇതേപോലെ തന്നെയാണ് സംസാരവും കോമഡിയും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് വർക്ക് ചെയ്ത്. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്, അല്ല അതാണ് ഇത് അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. ആളിയൻ നമ്മളെപ്പോലെ ഭയങ്കര കൂളാണ്. ഫുൾ ടൈം സെറ്റിൽ വന്നു കഴിഞ്ഞാൽ കോമഡി അടിച്ച് ഷൂട്ട് ഓക്കെ റെഡി അഭിനയിച്ച് അതേപോലെ തന്നെ തിരിച്ച് വന്നു. ഇവിടെ വന്നാലും ഇതേ അവസ്ഥയാണ്. ഈ ഇതിലേക്ക് വരുമ്പോഴേ ഒരുപാട് ലൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റിലാണെങ്കിലും ഒരുപാട് നിയോൺ ലൈറ്റ്സ് പോലെയുള്ള ലൈറ്റുകൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞു സ്ട്രീറ്റിലെ പല പോയിന്റുകളിലും ലൈറ്റ് ഉണ്ട്. ശരിക്കും ഈ സ്ട്രീറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഭയങ്കര പ്ലെയിൻ സ്ട്രീറ്റ് കിട്ടില്ല. ശരിക്കും ഇതൊക്കെ എങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നു? ഈ പറയുന്ന സ്ട്രീറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം സ്ട്രീറ്റിലെ ബിൽഡിങ്ങും പരിപാടികളൊക്കെ ഓക്കെ. ഈ ലൈറ്റ് ഞാനൊരു 80-90 ലൈറ്റ് ബോർഡുകൾ മാത്രം ചെയ്തിട്ടുണ്ട്. നിയോൺ ലൈറ്റ്, അക്കറിലേക്ക് ഫ്ലെക്സ് ലൈറ്റ് ബോർഡ്, ഇത് ഒരു 80-90 ലൈറ്റ് ബോർഡുകൾ മാത്രം ചെയ്ത്. ഈ ചെയ്യുന്നിടത്തിൽ ആദ്യമേ ബംഗ്ലാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്ട്രീറ്റിലൊക്കെ ഈ ലൈറ്റ് വെക്കുമ്പോൾ മസ്റ്റായിട്ട് വെള്ളം വണ്ടി പറഞ്ഞോളാം, വാട്ടർ മസ്റ്റാണ്, റോഡ് ഫുൾ ടൈം വെറ്റ് ചെയ്യണം. എന്നാലേ ഈ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനൊക്കെ ഈ റോഡുകളിൽ ഉണ്ടാവുള്ളൂ. എന്നാലാണ് ഇത് കാണാൻ അതിൻ്റെ ഒരു ബ്യൂട്ടി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് പിന്നെ ഫുൾ ടൈം നമ്മൾ ഈ ഔട്ട്ഡോറാണ് ഷൂട്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി തന്നെ 2-3 സെപ്പറേറ്റ് ലോറികൾ ഏഷ്യർ വണ്ടി റെഡിയാണ് ഈ ലൈറ്റ് ബോർഡുകളൊക്കെ വെച്ചിട്ട്. എവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഈ ലൈറ്റ് ബോർഡുകളൊക്കെ വെച്ചോളാം, ഫ്ലോറിൽ വെള്ളം അടിച്ചോളാം. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ വണ്ടികളിലൊരു പ്രത്യേക ലൈറ്റ് ഉണ്ട്, ഓട്ടോറിക്ഷയിലാണെങ്കിലും അതിലൊക്കെ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കർണാടകയിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു ഓട്ടോറിക്ഷ എങ്ങനെയാണോ രാത്രി അങ്ങനെ ലൈറ്റ് ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ഈ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ലോകയിൽ? അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ ചീറ്റ് ചെയ്തത് കുറേയൊക്കെ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്, പാലക്കാടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ഇപ്പോൾ ഈ ഓട്ടോ പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോനകത്ത് തന്നെ
ഈ ബാംഗ്ലൂർ നോക്കുമ്പോൾ അതിനകത്ത് ബാംഗ്ലൂർ ഓട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ പരസ്യങ്ങളുണ്ടാവും, സിനിമയുടെ കുറച്ച് പരസ്യങ്ങൾ, ഗബ്ബർ സിംഗ്, ഇതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് ബംഗ്ലാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനത്തുള്ള കുറേ പ്രിൻറ്റുകളും പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ചോളണം. ഔട്ട്ഡോർ വണ്ടികൾ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് ഈ പോസ്റ്ററും സാധനങ്ങളൊക്കെ, കാരണം അതാണ് അതിൻ്റെ ഡീറ്റെയിൽ, അത് മസ്റ്റായിട്ട് അവിടെ ഒന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ റൂമില് ആർസണലിലെ കുറേ പോസ്റ്ററുകൾ ഉണ്ട്. ഡൊമിനിക് ആർസണൽ ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഒന്നുമില്ല, അത് ഡയറക്ടറെ ഒരു ഇഷ്ടപ്രകാരം, പുള്ളി ആ ക്ലബിൻ്റെ മെയിൻ ഫാനാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് മൊത്തം ആർസണലിൻ്റെ കുറച്ച് സാധനങ്ങൾ മസ്റ്റായിട്ട് വേണം, ജേഴ്സി ആയാലും അങ്ങനത്തെ കുറച്ച് പരിപാടി വേണം പുള്ളി പറഞ്ഞിട്ട് പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. കാരണം അതിൻ്റെ വലിയ ഫാനാണ് ഡയറക്ടർ. ശരിക്കും പറയാലോ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ആളുകൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഭയങ്കര വിസിബിലിറ്റി ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്ക് കുറച്ചുകൂടെ ആ ഒരു പ്രൊഫഷനിൽ ഭയങ്കര അധികം അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. ശരിക്കും അതെങ്ങനെ എൻജോയ് ചെയ്യണേ ഈ ആസ് എൻ ആർട്ട് ഡയറക്ടർ? അത് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയത്തുണ്ടാകുന്ന നമുക്കുണ്ടായിരുന്ന ഒരു ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഈ സിനിമ ഇറങ്ങുമ്പോൾ പലരും ഇത് കണ്ടിട്ട് ഈ പറയുന്ന പോലെ നമ്മളെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഇന്ന സാധനം നന്നായിട്ടുണ്ട്. അതായത് റിയലായിട്ട് ഈ അറിയുന്ന ആൾക്കാർ മീൻസ് ഇപ്പം ആ എക്സാമ്പിൾ കണ്ണൂർ ഗുഹ, ആ കണ്ണൂർ ഗുഹ അറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതിനകത്ത് ആ പറയുന്ന ലിപി ലെറ്റേഴ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അവർ വന്നിട്ട് ഇതൊന്നും അവിടെ ഇല്ലായിരുന്നല്ലോ, നിങ്ങളതെങ്ങനെ ഇങ്ങനെ, അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ കഫ ചെയ്ത സ്ഥലം, അവിടെയും അങ്ങനത്തെ ആ സ്ഥലം അവർക്കറിയാമെങ്കിലും ആ ബിൽഡിങ്ങിൻ്റെ ഷേപ്പും പരിപാടി അവർ അറിയാമെങ്കിലും അവർ ചോദിച്ചു ഇതെങ്ങനെയാണ് നിങ്ങളിത് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പ്ലാൻ ചെയ്ത് എങ്ങനെ, അത് അങ്ങനത്തെ പരിപാടികളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. ഈ ക്ലൈമാക്സിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് കഫേയിലാണ്. ഈ കഫേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് മൂഡിൽ നിൽക്കണം, അതേസമയം ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിരിക്കണം, ഒരുപാട് പ്രോപ്പർട്ടീസ് വേണം, അതേസമയം അതിൻ്റെ ഉള്ളിൽ കുറേ സീക്രട്ടുകളും വേണം. ശരിക്കും എങ്ങനെ കഫേ റീക്രിയേറ്റ് ചെയ്തേ? ഫ്രം ദ സ്ക്രാച്ച് ആണോ അതോ അതിനും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു? അല്ല, അതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു എംപ്റ്റി ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡിങ് നമ്മുടെ കഥാപരമായിട്ട് നമുക്കത് പോരാ. അപ്പോൾ അതിലെന്ത് ചെയ്യാം എന്നുള്ളത് ഈ പറയുന്ന പോലെ ഒരു ലൂമിയയിൽ ആദ്യം ഈ സാധനം ഡിസൈൻ ചെയ്തു, ഈ ബിൽഡിങ് വെച്ചിട്ട് ഒരു സാധനം ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ സ്ട്രക്ചർ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റി. ഇതിപ്പം പ്ലെയിൻ വോളും പരിപാടിയൊക്കെ പ്ലെയിനാണ്, അത് മൊത്തം മാറ്റിയിട്ട് നമ്മളതൊരു കരിങ്കൽ ബിൽഡിംഗ് ആക്കി മാറ്റി. ഫൈബർ മോൾഡും പരിപാടിയൊക്കെ വെച്ചിട്ട് അതൊരു കരിങ്കൽ ബിൽഡിംഗ് ആക്കി മാറ്റി. അതിൻ്റെ അകത്ത് പ്ലെയിൻ ഹോളിന് അത് കംപ്ലീറ്റ് പില്ലേഴ്സും സാധനങ്ങളൊക്കെ കൊടുത്ത് എക്സ്ട്രാ ഒരു പില്ലേഴ്സും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതും എല്ലാം കരിങ്കല്ലിൻ്റെ മോൾഡ്. അതിൻ്റെ ഉള്ളിൽ കുറേ സെറ്റ് വർക്കുകൾ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ പ്ലാനും മൊത്തത്തിലൊന്ന് മാറ്റി. അങ്ങനെയാണ് പിന്നെ അതിനകത്ത് നമ്മൾ മറ്റേ ചെയർ ടേബിളും പരിപാടിയൊക്കെ ബാർ കൗണ്ടറും പരിപാടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ടോട്ടലി അതിൻ്റെ രൂപം ഒന്ന് മാറ്റി. അതിൻ്റെ ഒരു ബിൽഡിംഗ് അവിടെ ഓൾറെഡി ഉള്ളതാണ് ഫോർട്ട് കൊച്ചിയിൽ. അണ്ടർഗ്രൗണ്ട് റീക്രിയേറ്റ് ചെയ്ത് അത് തന്നെ ആ ഫോർട്ട് കൊച്ചിൻ്റെ പുറകിൽ ഇവർ ഔട്ട് പോകുന്നൊരു പരിപാടി നമ്മൾ അതിൻ്റെ പുറകിൽ സെറ്റ് അടിച്ചിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സാധനം നമ്മൾ വരാപ്പുഴ ഒരു ഗോഡൗൺ ഉണ്ട്, വരാപ്പുഴ ആ ഗോഡൗണിൻ്റെ അത് ഫുള്ള് സെറ്റ് അടിച്ച് ഫുള്ള് സെറ്റ് അടിച്ച് അതിനുള്ള കരിങ്കല്ലിൻ്റെ പറയുന്ന മോൾഡ് പരിപാടികൾ കയറ്റിയിട്ട് ഇത് ഫ്ലോർ അതിൻ്റെ വാള് എല്ലാ സാധനവും കരിങ്കല്ലിൻ്റെ മോൾഡ്. സിനിമയിൽ ഇപ്പോൾ ഇത്ര ക്യാമിയോസ് ഉണ്ടെന്ന് എപ്പോഴും മുതൽ അറിഞ്ഞു തുടങ്ങി? ആദ്യമേ അറിയായിരുന്നു. അത് ഷൂട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റിലിരിക്കുമ്പോൾ ടോട്ടലുള്ളതല്ല എങ്കിലും ഇതിൻ്റെ അകത്ത് ഒരു 1-2 ക്യാരക്ടർ ഉണ്ടല്ലോ, അതുണ്ട്. പക്ഷെ അത് ആര് എന്നുള്ളത് അറിയില്ലായിരുന്നു. ഈ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഈ ക്യാരക്ടേഴ്സ് ആരാന്നുള്ളത് അറിയില്ല. അത് ഷൂട്ട് കുറേ കഴിഞ്ഞ് പോവുകയാണ് ഇന്നത് ഇന്നാള് എന്നറിഞ്ഞത് ഷൂട്ട് ഏകദേശം ഒരു പാതിയൊക്കെ എത്തിയപ്പോഴാണ് ഈ ക്യാരക്ടർ ചെയ്തത് ഇതാണ്, ഈ ക്യാരക്ടർ ചെയ്തത് ഇതാണ് എന്നറിഞ്ഞത്. ഒരു ഷൂട്ട് പാതിയൊക്കെ ആയി അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇന്ന ആളാണ് അത് ചെയ്യുന്നത്. ടോവി വന്ന ദിവസം എങ്ങനെയായിരുന്നു? അത് ടോവി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ സാധനം ചെയ്തിട്ട് പോയത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും എന്താ പറയുക, അളിയൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അക്കാര്യത്തിൽ. ടോവി ഭയങ്കര അത് സിനിമ കണ്ടപ്പോഴും നമുക്കത് ഭയങ്കരമായിട്ട് ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്തില്ലേ, ഒരു രസമായിട്ട് തന്നെ. ആ ടോവി വന്നപ്പോഴും എൻജോയ് ചെയ്തിട്ടാണ്. പിന്നെ ടോവി ഡൊമിനിൻ്റെ ഫസ്റ്റ് പടം
തരംഗത്തിലേ ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ ഒരു മച്ച പരിപാടി ഉണ്ട്. സെറ്റിലായാലും എല്ലാവരുമായിട്ട് ഭയങ്കര സിങ്കായിട്ട് തന്നെയാണ് പുള്ളി വർക്ക് ചെയ്ത് പോയത്. ഈ ടുവേർഡ്സ് എൻഡ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ പാക്കപ്പ് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, ശരിക്കും ഡിക്ക് എന്താ പറഞ്ഞ എല്ലാ ഷൂട്ടും കഴിഞ്ഞിട്ട്? മൊത്തത്തിൽ ആ ഷൂട്ട് കഴിഞ്ഞപ്പം പുള്ളി ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, ഇതുവരെ കണ്ട ഔട്ടിൽ പുള്ളി ഹാപ്പിയാണ് എന്നുള്ള കാര്യം. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ സിനിമയാണല്ലോ ചെയ്യണത്, ഓരോ സ്റ്റേജിലും വലുതാവുന്ന ഭയങ്കര വലിപ്പമുള്ള ഒന്നിൽ കൂടുതൽ പാർട്ടുകളുള്ള ഒരു സിനിമ. ശരിക്കും അതിൻ്റെ ഒരു പ്രഷർ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ വെച്ചാൽ അതിൻ്റെ മെയിൻ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ലൊക്കേഷൻ ഉണ്ട്. ആ എല്ലാ ലൊക്കേഷനിലും നമ്മുടെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ലൊക്കേഷനിലും അതിൻ്റെ ഒരുപാട് വർക്കുകളുണ്ട്. വെറുതെ പോയി ഷൂട്ട് ചെയ്ത് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്ന് പിടിച്ച് മാറ്റി വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങൾ പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഈ ഒന്നാമത് എന്താ പറയുക, ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കത് ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഷൂട്ടിംഗ് സ്പോട്ടിലും നിൽക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു ടെൻഷൻ പിടിച്ചൊരു സമയം തന്നെയാണ്. ഇവർ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഈ അടുത്തത് സംഭവങ്ങൾ റെഡിയാവും വേണം. അങ്ങനെ ടെൻഷൻ അടിച്ചതാണ് ഞാൻ പറഞ്ഞില്ല. വാട്ടർഫാൾസ് വാഗമണ്ണൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയൊരു സമയമാണ് അതൊക്കെ. കാരണം ഫുൾ ഇതിൻ്റെ അകത്തെല്ലാം ബാംഗ്ലൂർ കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ വാഗമൺ കഴിഞ്ഞാൽ ഇവിടെ, ഇതിങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ തന്നെയായിരുന്നു ആ പടം തീരുന്നവരെ. സത്യം പറയാച്ചാൽ നമ്മൾ ആ പടത്തിൽ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ട് അതാണ് നമ്മൾ 96-95 ദിവസം കണ്ട് ഷൂട്ട് ചെയ്തു. ലാസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തതാണ് സിനിമയിൽ ഫസ്റ്റ് കാണിച്ച ഷോട്ട്. അവിടെയാണ് നമ്മൾ പാക്കപ്പ് പറയുന്നത് പടം. റിവേഴ്സിൽ അവിടെയാണ് നമ്മൾ ഫൈനൽ പടം പാക്കപ്പ്, പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഷോട്ട്. അതിൻ്റെ ഒരു സന്തോഷം. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് നമ്മൾ ഇവരെ ഫ്ലാറ്റിൻ്റെ ഇന്റീരിയർ സ്റ്റുഡിയോൻ്റെ അകത്ത്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് തോക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലഡ് ഉണ്ട്. തോക്കുകൾ ശരിക്കും റീക്രിയേറ്റ് ചെയ്തതാണ്, അത് കാരണം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തോക്ക് ഉണ്ട് അതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറേ തോക്കുകളൊക്കെ എടുത്തു. അത് ബംഗ്ലാനും പിന്നെ നിമിഷും ഡൊമിനിയും കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത് അവർ കുറേ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ അകത്ത് പിന്നെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് അതിൽ നിന്ന് വല്ല 1-2 പാർട്സൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അഡീഷണൽ സെറ്റ് ചെയ്ത് തന്നെയാണ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ചന്ദ്ര എടുക്കുന്ന ആ ഗണ്ണൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. കത്തി മെയിൻ ഒരു സാധനമാണ് ആ കത്തി കുത്തിക്കഴിഞ്ഞാൽ ആ കത്തിയുടെ ഹാൻഡിൽ മാത്രം ഫ്രീ ആയിട്ട് വരണം, നീഡിലൂടെ നിൽക്കണം, ആ രീതിയിലുള്ളൊരു കത്തി വേണം. അപ്പോൾ അത് ചെയ്യുക നമ്മൾ ഭയങ്കരമായിട്ട് അതൊരു ടാസ്ക് തന്നെയായിരുന്നു. ആ കത്തിക്കകത്ത് ഈ പറഞ്ഞ ലിപി എഴുത്ത് കാര്യങ്ങൾ ആ സാധനങ്ങൾ വേണം. ഇതൊക്കെ ഡൊമിനിക്കിന് ഭയങ്കര മസ്റ്റായിട്ട് ഡൊമിനിക് പറഞ്ഞൊരു കാര്യമായിരുന്നത്. അപ്പോൾ ആ കത്തി ചെയ്യാനും മെയിനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം അത് അങ്ങനത്തെ ഒരു സാധനം വേണമല്ലോ. അത് കുത്തിക്കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഇത് മാത്രം ഹാൻഡിൽ മാത്രം കയ്യിൽ വരണം. അത് കത്തി. ചോര എത്ര ലിറ്റർ ഉണ്ടാക്കി? ബ്ലഡ് എത്ര ലിറ്റർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളത് എന്താ പറയുക, അതിപ്പം പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. റെഡിമെയ്ഡ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. മേക്കപ്പ് ഷോപ്പ് പോയി കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ബ്ലഡ് വാങ്ങിക്കാൻ കിട്ടുന്നത്. എത്ര ഉണ്ടാക്കിയെന്ന് എത്ര മേടിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് എനിക്കറിയില്ല. ഒത്തിരി മേടിച്ചു എന്ന് മാത്രം അറിയാം. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല എത്ര ലിറ്റർ വാങ്ങിയെന്നുള്ളത്. ഈ ശരിക്കും സിനിമ കരിയർ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ സിനിമയിൽ. നമ്മളിപ്പോൾ ഫൈനാൻഷ്യലൊക്കെ എപ്പോഴും സ്റ്റേബിൾ ആവുന്നൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല കരിയർ തുടങ്ങുമ്പോൾ. ശരിക്കും ആ ഡയറക്ടർ ആവുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ആവുക എന്നുള്ളതായിരുന്നു ഫസ്റ്റിനുള്ള താല്പര്യം? സിനിമയിൽ വരുന്നതിന് മുന്നേ ആണോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് കലാസംവിധാനം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സിനിമ കാണാൻ പോവും, ആ സിനിമ ആസ്വദിക്കും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒന്നും അറിയില്ല. പിന്നെ അറിയാവുന്ന കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഷാജി കൈലാസോ ജോഷി സാറോ ഈ പറയുന്ന പോലത്തെ പ്രിയദർശൻ സാറോ ഇങ്ങനെയുള്ള ഡയറക്ടറുടെ പേര് മാത്രമേ ഉള്ളൂ. സിനിമയിൽ വരും എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. യാദൃശ്യമായിട്ടും ഞാൻ എത്തിപ്പെട്ടതാണ് സിനിമയിൽ. അതായത് 2005 ഡൗട്ട്. 2005 പിന്നെ മകൾക്ക്, ജയരാജ് സാറിൻ്റെ മകൾക്ക് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ട് ഡയറക്ടർ പ്രദീപ് പത്മനാഭൻ, പുള്ളിയില്ല മറ്റേ മരിച്ചുപോയി, മറ്റേ ഫോർ ദ പീപ്പിളൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട്. ആ പുള്ളി എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ നാട്ടിലാണ്. എൻ്റെ നാട് കണ്ണാടിപ്പറമ്പ്, കണ്ണൂർ കണ്ണാടിപ്പറമ്പ് എന്നാണ് സ്ഥലം. അപ്പോൾ അവിടെ അനൂപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അനൂപ് കാണി, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവൻ മുഖാന്തരം ഈ പറയുന്ന സ്ഥലത്ത് 1-2 പ്രോപ്പർട്ടികൾ പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. കണ്ണൂർ കോട്ടയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ കൊടുക്കാൻ പോയ സമയത്ത് ഞാനും പോയി. അങ്ങനെ പോയി
അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നില്ല. അപ്പോൾ ഇവൻ വേറെ വർക്കേഴ്സിനെ നോക്കുമ്പോൾ ഞാൻ എന്തിനാ ഞാൻ ചെയ്യാം. അവിടെ കുറച്ച് സെല്ലൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു, കുറച്ച് പെയിൻ്റ് അടിക്കാനും കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. 2005 കേട്ടോ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഒരു 3 പേര്, ഇവനടക്കം ഒരു 3 പേരുണ്ടായിരുന്നു. ഈ 3 പേര് ഓരോരാൾ ഇവരെ കൂടെ വർക്കിന് പോയി തുടങ്ങി. പോയി ഒരാഴ്ച നിൽക്കും ഇവരെല്ലാവരും. ഇന്നിപ്പം പറഞ്ഞ ഈ അനൂപ്, പിന്നെ ഒരു ഷെബീർ, പിന്നെ ഒരു ബിനീഷ്, ഇവർ 3 ആളായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ. ഇവരെല്ലാം ഓരോ ആഴ്ച പോയിക്കൊണ്ടിരുന്നു. ഓരോ ആഴ്ച കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചു വന്നു. ആവൂല, ഊണില്ല, ഉറക്കമില്ല. ഉറക്കം മസ്റ്റ് നമുക്കില്ല. കാരണം 2 മണിക്കോ 3 മണിക്കോ വന്ന് കിടക്കും. രാവിലെ 6 മണിക്ക് വണ്ടി വരും. ഏറ്റവും ആദ്യം പോവും വേണം. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു ഉറക്കം. അങ്ങനെ ഇവർ ഒരാഴ്ച നിന്നിട്ട് ഇവർ വന്നു ഇവരൊന്നും നമുക്ക് നടക്കൂല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ 3 ആളും പോയിട്ട് തിരിച്ചു വന്നു, ഞാനും ഒന്ന് പോയിട്ട് കടന്മാരും എല്ലാം ഒന്ന് അടുത്ത് കാണാമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ പോയതാണ്. പോയി ഞാൻ ഒരു ഉറക്കം പോയി വന്നു. ഒരു എന്താ പറയുക, ഒരാഴ്ച അല്ല ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരും. അപ്പം ആ ഡയറക്ടർ ഒരു എന്നാ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് തരും. അത് നേരെ കൊണ്ടുവരും, ഫാദറെ കൈ കൊടുക്കും. അപ്പോൾ ഫാദർ അന്ന് വളരെ തുച്ഛമായ പൈസ കേട്ടോ, വളരെ തുച്ഛമായ എമൗണ്ട്. അപ്പോൾ അന്ന് ഫാദർ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്ക്, ദയവേത് നീ പൈസ നോക്കിയിട്ട് പണിക്ക് പോവാതിരിക്കരുത്, ഇവിടെയെങ്കിലും നീ ഒന്ന് പിടിച്ചു നിൽക്ക്. സത്യസന്ധമായ കാര്യം, ഇവിടെയെങ്കിലും നീ ഒന്ന് പിടിച്ചു നിൽക്ക്, ഇതെങ്കിലും നീ ഒന്ന് പഠിക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങലാണ്. 20 വർഷമായി ഇത് മാത്രമേ പിന്നെ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ എത്ര ഇടം വർക്ക് ചെയ്യുന്നുണ്ടാവും? അസിസ്റ്റൻ്റായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ടോട്ടലോ അത് കറക്റ്റായിട്ടൊരു എണ്ണമൊന്നുമില്ല, കുറച്ച് ചെയ്തത്. അതായത് സ്റ്റാർട്ടിങ് ആ മകൾക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ കുറച്ച് സീരിയലായിരുന്നു. മറ്റേ യന്ത്ര മീഡിയൻ്റെയൊക്കെ സ്ത്രീ, അയ്യപ്പനും വാവരും, അങ്ങനെ കുറേ സീരിയൽ ചെയ്തു. അതിനുശേഷമാണ് പിന്നെ വീണ്ടും സിനിമയിലേക്ക് കയറിയത്. ആ സിനിമയിൽ കയറുമ്പോൾ സജിത് മുണ്ടയാട് എന്നിട്ടൊരു ആർട്ട് ഡയറക്ടർ, പുള്ളിയുടെ കൂടെയായിരുന്നു പിന്നെ ഒരു 4-5 വർഷം പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു പിന്നെ വർക്ക് ചെയ്തത്. സൈത്താട്ടൻ്റെ കൂടെ, പുള്ളി കണ്ണൂരുകാരനാണ്, പുള്ളിയുടെ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പലരെയും അസോസിയേറ്റ് ആയിട്ട് വർക്കിന് ഇങ്ങനെ പോയി. ബംഗ്ലാൻ്റെ അടുത്ത് 2013 ബംഗ്ലാൻ ഞാനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അത് മങ്കിപ്പൻ 2013 അതും ഭയങ്കര അതെ അതെ, അതാണ് ഞാനും ബംഗ്ലാനുമായിട്ടുള്ള ഫസ്റ്റ് പടം എന്ന് പറയുന്നത്. നമ്മൾ മീറ്റ് ചെയ്യുന്നത് മങ്കിപ്പൻ. ആ സമയത്ത് ഇവന് 2 പടം സെയിം കമ്പനിയുടെ, ഒന്ന് മറ്റേ സെക്രട്ടറിയെ ഗർഭിണികളോ ഒന്ന് അതും, ഒന്ന് ഈ മങ്കിപ്പനും. രണ്ടുമുള്ള സമയത്ത് ഇത് നോക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത് സുനീഷ് മുട്ടമ്പള്ളി, നമ്മുടെ സിനിമയിൽ വർക്കാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനാണ് എന്നെ ബംഗ്ലാനുമായിട്ട് മുട്ടിക്കുന്നത്. അവിടെ നിന്നുള്ള ബന്ധം 2013. അത് മങ്കിപ്പൻ കഴിഞ്ഞു, നല്ല ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 7th ഡേ ചെയ്തു, അതും ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ അതിങ്ങനെ ഞാൻ ബംഗ്ലാനായിട്ട് ഇങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി. കമാരസംഭവം ചെയ്യുമ്പോൾ ഞാനില്ലായിരുന്നു. കമാരസംഭവം ചെയ്യുമ്പോൾ ഞാനില്ല, അതിനായിരുന്നു അത് നാഷണൽ അവാർഡ് കിട്ടി. പിന്നെ കുറിപ്പ് ചെയ്യുമ്പോഴും ഞാനില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലോകം ശരിക്കൊരു ബിഗിനിങ്. പാർട്ട് 2 എപ്പോഴാണെന്ന് ചോദിച്ചു. പാർട്ട് 2 എപ്പോഴാന്നുള്ളതല്ല, ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, ഉറപ്പായിട്ടും ഉണ്ട്. അത് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയില്ല. അപ്പോൾ ഈ പറഞ്ഞ ലോകം ഒരു ഭയങ്കര വലിയ ഒരു തുടക്കമാണ്. കാരണം അന്യഭാഷകളിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പം ഇനിയിപ്പം സൂര്യ 46 സെറ്റ് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ അപ്രീസിയേഷൻസ്. അതെ 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 അതെ, കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോക ഡിസ്ട്രിബ്യൂഷൻ അവിടെ എടുത്തേക്കുന്ന സൂര്യയുടെ പ്രൊഡക്ഷനാണ്. അതായത് സിതാര ഫിലിംസ്, നമ്മുടെ സൂര്യ 46 അവരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരാണ് ഇതെടുത്തേക്കുന്നത് തെലുങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്തായാലും ഉണ്ടാവും ഇനി അവിടെ ചെല്ലുമ്പോൾ. അതെങ്ങനെ ഉണ്ടാവും സൂര്യ 46? അതും നന്നാവും. വെങ്കിയാണ് കഴിഞ്ഞ പടം പറഞ്ഞില്ലേ, എൻ്റെ പറഞ്ഞ പോലെ ലക്കി ഭാസ്കർ, അതിന് മുന്നേ വാത്തി. ഇത് വേറെ തന്നെ ഒരു ജോണറിൽ പോകുന്ന ഒരു പടം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വിജയമാണ്. ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെ അതെ. അപ്പോൾ അത് തുടരട്ടെ. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇനിയും ഈ പറഞ്ഞ പോലെ സീക്രട്ടുകളും ഉണ്ട്, വിസ്മയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.